നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്തിന്? ഇല്ലല്ലേ, നല്ല കാര്യം. ആക്ച്വലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനിതുപോലെ റൂം അപ്പം എടുക്കാം. നിനക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇത്ര റെൻറ്റും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിനക്കാൻ പോയത് നല്ല വിഷമാണെന്ന്. അതാ പിന്നെ ഒന്നും ചോദിക്കാൻ. ഞാനെങ്കിൽ അവനോട് വരാൻ പറയാണേ. അന്ന് നിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ ഞാൻ വീട്ടിൽ പോയില്ലേ, അന്ന് അവൾ കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ നീര് വന്നിരിക്കുമായിരുന്നു. കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ശരിക്കും പിന്നെ ഞാൻ കള്ളം പറയുമോ? അവൾക്ക് നീ ശരിക്കും അങ്ങോട്ട് ചെല്ലണം എന്നാടാ. പുതിയ റൂംമേറ്റ് എങ്ങനെയുണ്ട്? അത് റെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പം ഞാനും വന്നോട്ടെ എന്ന് വിചാരിച്ചു. ലൈഫ് എങ്ങനെ പോണു? ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരച്ചില്ലെന്ന് പറഞ്ഞാൽ പട്ടി മോങ്ങുന്ന പോലായിരുന്നു കരയുന്നേ. കണ്ടിട്ട് എനിക്ക് എന്നെ സഹിച്ചില്ല. കുട്ടി വന്ന് വിളിക്കും എന്നാണ് അവൻ്റെ മനസ്സിൽ. എൻ്റെ പട്ടി വന്ന് വിളിക്കും. പട്ടി വന്ന് വിളിച്ചാലോ അവൻ വരും. അല്ല, അങ്ങനെയാണ് അവൻ്റെ ഒരു അവസ്ഥ. പിന്നെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു. വെള്ളടിച്ച് ഓഫീസിൽ പോയെന്നോ അവിടെ നിന്ന് പുറത്താക്കിയെന്നോ. ആ ജോലി അല്ലെങ്കിൽ ഞാൻ വിടാൻ വേണ്ടിയിട്ടിരുന്നതാ. പുതിയ ജോലി കിട്ടി. അപ്പം താമസം നോക്കുന്നുണ്ട്, കുറച്ചും കൂടെ വലിയ സൗകര്യമുള്ള സ്ഥലം. വേണമെങ്കിൽ എൻ്റെ റൂമിൽ നിൽക്കാം. ഇവിടെ രണ്ടാൾക്കുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. തനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അത് വേണ്ട. എന്താ ഇപ്പം പറഞ്ഞേ? അല്ല, താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാന്ന് പറയുമായിരുന്നു. അതിനിപ്പോൾ എന്താ, വലിയ മുറിയല്ലേ? എന്ന് വെച്ച് സ്വന്താന്ന് വിചാരിക്കണ്ട. എന്ത് റൂം? അപ്പോൾ ഈ കഥയിൽ വേറെ ട്വിസ്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇതാ ക്ലൈമാക്സ്. പ്രഡിക്റ്റബിൾ ബട്ട് ഓക്കെ. നീ വാ. അതെ, വൃത്തിയില്ലാതെ റൂമിൽ എങ്ങനെ കേറി അടിച്ചു നിന്നുണ്ടല്ലോ. ഞാൻ നല്ല കുട്ടി ആയിക്കോളാം.